ഈ മഹാഭാരതത്തിലെ വനപർവത്തിൽ ആ പർവ്വത്തിന്റെ ഏകദേശം അവസാന ഭാഗത്തേക്ക് അടുക്കുകയാണ് നമ്മൾ. കർണന്റെ ജനനകഥയും അതുപോലെ അദ്ദേഹത്തിന് എത്രമാത്രം ദാനം ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നു, അത് പ്രത്യേകമായ ഒരു സൂര്യോപാസന ചെയ്യുന്ന സന്ദർഭത്തിൽ അദ്ദേഹം എന്ത് ചോദിച്ചാലും കൊടുക്കുന്ന ഒരു വ്രതമുണ്ടായിരുന്നു. പക്ഷെ പാണ്ഡവന്മാർക്ക് ഏത് സമയത്തും ബ്രാഹ്മണർക്ക് അല്ലെങ്കിൽ ദയ അർഹിക്കുന്ന ആളുകൾക്ക്, തങ്ങളെ ആശ്രയിച്ചവർക്ക് ഏത് തരത്തിലുള്ള സഹായവും ദാനവും ചെയ്യാൻ ഒരുക്കമുള്ളവരാണ് പാണ്ഡവന്മാർ എന്ന് കൂടി കാണിക്കുന്ന ഒരു കഥയാണ് തൊട്ടടുത്ത അധ്യായത്തിൽ വരുന്നത്. ഈ അധ്യായം തൊട്ട് ഈ വനപർവ്വത്തിന് അകത്തുള്ള ഒരു ചെറിയ പർവ്വമാണ് ആരണേയ പർവ്വം എന്നാണ് ഇതിന്റെ പേര്. അരണിയുമായി ബന്ധപ്പെട്ടത് എന്നാണ് ആരണേയ ശബ്ദത്തിന് അർത്ഥം. അപ്പൊ ഇവിടെ പാണ്ഡവന്മാര് വനവാസകാലത്ത് അവര് പാഞ്ചാലിയെ അപഹരിച്ചു കൊണ്ടുപോകുന്ന ചില അപകടങ്ങളൊക്കെ ഉണ്ടായി, ദുഃഖങ്ങളൊക്കെ ഉണ്ടായി. അവരവിടെ നിന്ന് മാറി ദ്വൈതവനത്തിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വന്നു. ഫലമൂലങ്ങൾ ധാരാളം കഴിച്ചുകൊണ്ട് അവർ ജീവിച്ചു. ആ സമയത്ത് ബ്രാഹ്മണർക്ക് വേണ്ടി അവർ പല കാര്യങ്ങളും ത്യാഗങ്ങളും ചെയ്തു എന്ന് പറയുന്നു. അതിനു വേണ്ടിയിട്ട് അവർ പരാക്രമങ്ങളൊക്കെ കാണിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നടന്ന സംഭവമാണ് അരണീസഹിതം മന്ദം ബ്രാഹ്മണസ്യ തപസ്വിന മൃഗസ്യ ധർഷമാണസ്യ വിഷാണേ സമസജ്ജത. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ദുരിതങ്ങൾ, ദുഃഖങ്ങൾ ഒരു കാരണവുമില്ലാതെ, ഒരു മുന്നറിയിപ്പുമില്ലാതെ, അല്ലെങ്കിൽ യാതൊരു തരത്തിൽ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള അപകടങ്ങളാണ് നമ്മൾ ചെന്ന് ചാടുക. ഇതുപോലെയാണ് വന്നു ചേർന്നത്. ഒരു ദൈവഹിതം പോലെ ഇവർ താമസിക്കുന്ന ആശ്രമത്തിൻ്റെ സമീപത്ത് ധാരാളം ബ്രാഹ്മണർ അവരെ കൂടെയുണ്ട്. അപ്പോൾ ഒരു മാൻ വന്ന്, ഒരു ബ്രാഹ്മണൻ അഗ്നിയാധാനം ചെയ്യുന്ന, അഗ്നിഹോത്രം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അഗ്നി ഉണ്ടാക്കുന്നത് അരണി കടഞ്ഞിട്ടാണ്. അപ്പോൾ ഈ അരണിയിൽ ഒരു മാൻ വന്നിട്ട് അതിൻ്റെ ഈ ചൊറിച്ചൽ മാറ്റാൻ വേണ്ടിയിട്ട്, ചൊറിയാൻ വേണ്ടിയിട്ട് തൻ്റെ ശരീരം ഉരസി. മരത്തിൻ്റെ കമ്പിലൊക്കെ ചെന്ന് ഉരസും മാനുകൾ. അതുപോലെ ഉരസിയ സമയത്ത് ഈ അരണി രണ്ട് മരങ്ങളെ കൊണ്ടുണ്ടാക്കുന്ന രണ്ട് ഉപകരണങ്ങളാണ്. ഒന്ന് മറ്റത്തിന് അകത്ത് വെച്ചിട്ട് കടയുകയാണ് ചെയ്യുക. അപ്പോൾ ഈ താഴെ വെച്ചിരിക്കുന്ന അരണിയും അതിനോട് ചേർത്ത് വെച്ചിരിക്കുന്ന മന്ധാനം ആയിട്ടുള്ള അരണിയും ഇത് ഈ മാനിൻ്റെ കൊമ്പിൽ കുടുങ്ങിക്കിടക്കുകയും മാൻ അപ്പോൾ പരിഭ്രമിച്ച് അത് വേറുപെടുത്താൻ വേണ്ടി ശ്രമിച്ച് നടക്കാതെ വന്നപ്പോൾ ആ അരണിയും കൊണ്ട് അത് ജീവനം കൊണ്ട് ഓടിപ്പോവുകയും ചെയ്തു. അതിൻ്റെ കൊമ്പിൽ തന്നെ അത് കുടുങ്ങിക്കിടന്നു. ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ സംഭവിക്കാറുണ്ട് നമുക്കൊക്കെ, ചില ഓർക്കാപ്പുറത്ത് ചില അപകടങ്ങൾ. ഈ ബ്രാഹ്മണന് അതുകൊണ്ട് വലിയ പ്രയാസമുണ്ടായി. കാരണം ഇനി അരണി ഉണ്ടാക്കുന്നത് വലിയ പ്രയാസമാണ്. പിറ്റേ ദിവസം അഗ്നിഹോത്രം, അല്ല അന്ന് വൈകുന്നേരം തന്നെ അഗ്നിഹോത്രത്തിൻ്റെ ആ ഹവനമൊക്കെ ചെയ്യണമെങ്കിൽ അരണി കൂടിയേ തീരും. അപ്പോൾ അദ്ദേഹം ഈ പാണ്ഡവരെ വന്ന് കണ്ട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ അഗ്നിഹോത്രം ഇതാ മുടങ്ങാൻ പോവുകയാണ്, എങ്ങനെയെങ്കിലും ആ അരണി എനിക്ക് വീണ്ടെടുത്ത് തരണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. ബ്രാഹ്മണ ഭക്തരായ പാണ്ഡവന്മാർ ഈ മാനിനെ അന്വേഷിച്ച് പുറപ്പെടുകയും ഒടുവിൽ അവർ 5 പേരും ചേർന്ന് മാനിനെ കണ്ടെത്തുകയും ചെയ്തു. കർണി നാളീക നാരാജാൻ ഉത്സർജന്തോ മഹാരഥാഹ നാവിധ്യൻ പാണ്ഡവാസ്തത്ര പശ്യന്തോ മൃഗമന്തികാത്. ആ മാനിനെ അടുത്ത് കണ്ടുവെങ്കിലും കർണി, നാളീക, നാരാജം മുതലായിട്ടുള്ള അതിശക്തമായിട്ടുള്ള അമ്പുകളൊക്കെ എയ്തുവെങ്കിലും ഈ മാനിനെ അവർക്ക് വീഴ്ത്താൻ സാധിച്ചില്ല. അതും ഒരു അത്ഭുതമാണ്, മിറക്കിൾ എന്ന് പറയാം. കാരണം ഇത്രയും അസ്ത്രശസ്ത്ര അഭ്യാസം ചെയ്തിട്ടുള്ള യുദ്ധവിശാരദന്മാരായിട്ട് ആളുകൾക്ക് ഈ മാനിനെ വീഴ്ത്താൻ സാധിച്ചില്ല എന്ന് പറയുന്നതും ഒരു ഈശ്വരേച്ഛയാണ്. അതിൻ്റെ കാരണം നമ്മൾ പിന്നീട് മനസ്സിലാക്കും. ഈ 5 പേരും അങ്ങനെ ഈ മാനിനെ അന്വേഷിച്ച് പോയി തളർന്ന് വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞ് ഒരു നെഗ്രോധ നെഗ്രോധം എന്ന് വെച്ചാൽ ആൽവൃക്ഷത്തിൻ്റെ തണലിൽ അവർ ക്ഷീണിച്ച് അവശരായിട്ട് ഇരിക്കുകയാണ്. ഉള്ളിൽ നുരഞ്ഞു പൊങ്ങുന്ന അമർഷവും, ഈ മാനിനെ കിട്ടാത്തതിലുള്ള അമർഷവും അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. ഈ അമർഷം ക്രമേണ അവരുടെ ശത്രുക്കളുടെ അമർഷമായിട്ട് മാറി എന്ന് വേണം കരുതാൻ. നകുലൻ ധർമ്മപുത്രരോട് ചോദിക്കുകയാണ്, നമ്മുടെ കുലത്തിൽ നമ്മുടെ ആളുകൾ ആരും തന്നെ ആലസ്യം കൊണ്ട് ധർമ്മലോപം വരുത്തിയിട്ടില്ല, മടി കൊണ്ട് ധർമ്മം ചെയ്യാതിരുന്നിട്ടില്ല, ആലസ്യം കൊണ്ട് നമുക്ക് അർത്ഥനാശവും ഉണ്ടായിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ കുലത്തിൽ നമുക്ക് ഈ വലിയ ദുഃഖം വന്നു ചേർന്നിരിക്കുന്നത്, ഇങ്ങനെ കാട്ടിൽ കഴിയാനുള്ള ദുഃഖം വന്നു ചേർന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അതിന് മറുപടിയായിട്ട് യുധിഷ്ഠിരൻ പറയുന്നത്,
നാപദാമസ്തി മര്യാദ ന നിമിത്തം ന കാരണം ധർമ്മസ്തു വിഭജത്യർത്ഥം ഉഭയോഹോ പുണ്യപാപയോഹോ. നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു ജീവിത തത്വമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ആപത്തുകൾക്ക് മര്യാദയില്ല, ആപത്തുകൾക്ക് നിമിത്തമോ കാരണമോ ഇല്ല. എന്തുകൊണ്ട് ഈ ആപത്ത് വന്നു എന്ന്, അല്ലെങ്കിൽ ഇന്ന പാപം ചെയ്തത് കൊണ്ടാണ് ഇന്ന് ആപത്ത് നമുക്ക് വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് മര്യാദ ഇല്ലാത്തതാണ് ആപത്ത് എന്ന് പറഞ്ഞത്. മുൻകൂട്ടി പറയില്ല, ഇന്ന കാരണം കൊണ്ടാണ് എന്ന് നമുക്ക് ഒരു വിവരവും കിട്ടുകയില്ല. എന്തുകൊണ്ടാണത് വരുന്നത്? ധർമ്മം നമ്മൾ ചെയ്ത ധർമ്മസ്തു വിഭജത്യർത്ഥം പുണ്യപാപയോഹോ ഉഭയോഹോ അർത്ഥം. നമ്മൾ എന്നോ ചെയ്ത, ചിലപ്പോൾ ഈ ജന്മത്തിലാകാം കഴിഞ്ഞ ജന്മത്തിലാകാം, ചെയ്തു പോയ പാപ പുണ്യം പരമായ കർമ്മങ്ങളുടെ ഫലം ധർമ്മം അത് നിശ്ചയിക്കുന്നു. ധർമ്മം എന്ന് പറയുന്ന തത്വമാണത്. പാപമോ പുണ്യമോ എന്ന് നിശ്ചയിച്ചിട്ട് അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നത്. പ്രാരബ്ധമായിട്ടാണ് ഇതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ ഈ പ്രാരബ്ധം ഏത് രീതിയിൽ എപ്പോൾ വരുമെന്ന് പറയാൻ സാധിക്കില്ല. ചിലപ്പോൾ ഇന്ന് തന്നെ നമുക്കതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വന്നേക്കാം. ചിലപ്പോൾ 100 വർഷം കഴിഞ്ഞിട്ടാകാം, ചിലപ്പോൾ അടുത്ത ജന്മത്തിലാകാം. അതുകൊണ്ടാണ് അതിന് മര്യാദയില്ല, അതിന് നിമിത്തമില്ല, കാരണമില്ല എന്ന് യുധിഷ്ഠിരൻ അതിനെ വിശദീകരിച്ചത്. ആ വിശദീകരണം തൃപ്തികരമാണ്. നമ്മുടെ വേദാന്ത ചിന്തയിലൊക്കെ തന്നെ ഈ കാര്യം വരുന്നുണ്ട്, നമ്മുടെ ദർശനങ്ങളിലൊക്കെ ഈ കാര്യം വരുന്നുണ്ട്. പക്ഷേ ഇത് കേട്ട സഹോദരന്മാർ അതിനെ മറ്റൊരു തരത്തിൽ അതിനെ വ്യാഖ്യാനിച്ചു. എന്ന് വെച്ചാൽ സ്വാനുഭവം കൊണ്ട് അവർ, അല്ലെങ്കിൽ സ്വന്തം ദുഃഖം കൊണ്ടും നിരാശ കൊണ്ടും അവരതിനെ അവരവരുടെ അനുഭവവുമായിട്ട് അതിനെ ചേർത്ത് ചിന്തിക്കുകയും, ഭീമൻ പറഞ്ഞു, ചൂത് കളിയിൽ നമ്മൾ തോറ്റപ്പോൾ ആ പ്രാതികാമി കൃഷ്ണയെ ദാസി എന്ന് വിളിക്കുകയും ദുശാസനൻ കൃഷ്ണയെ ബലമായി സഭയിലേക്ക് പിടിച്ചു കൊണ്ടുവരികയും ചെയ്ത സമയത്ത് ഞാൻ ആ ദുശാസനെ ആ സമയത്ത് കൊന്നില്ല. അതാകും നമ്മുടെ ദുഃഖത്തിന് കാരണം. എന്ന് വെച്ചാൽ മുമ്പ് ചെയ്ത പാപത്തിൻ്റെ, മുമ്പ് ചെയ്ത കർമ്മത്തിൻ്റെ ഫലം ഇപ്പോൾ അനുഭവിക്കുകയാണ് എന്നതിൽ അദ്ദേഹം കാരണം പറഞ്ഞത് ദുശാസനെ അപ്പോൾ തന്നെ കൊല്ലാത്തതാണ് ദുഃഖത്തിന് കാരണമായത് എന്ന് അദ്ദേഹം അതിനെ വ്യാഖ്യാനിക്കുകയാണ്. അപ്പോൾ അർജുനൻ പറയുന്നു, അസ്ഥിഭേദകമായ ദുർവാക്കുകൾ കർണൻ നമ്മളെക്കുറിച്ചും പാഞ്ചാലിയെക്കുറിച്ചും പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ കർണനെ ഞാൻ കൊല്ലേണ്ടതായിരുന്നു, കൊന്നില്ല, അതാകും ഈ ദുഃഖത്തിന് കാരണം. സഹദേവൻ പറഞ്ഞു, കള്ളച്ചൂത് കളിച്ച ശകുനിയെ ആ സഭയിൽ വെച്ച് ഞാൻ കൊല്ലേണ്ടതായിരുന്നു, ഞാൻ കൊന്നില്ല, അതാകും നമ്മുടെ ദുഃഖത്തിന് കാരണമെന്ന് പറഞ്ഞു. ഇങ്ങനെ ദുഃഖം വരുന്ന സമയത്ത് നമ്മൾ ദുഃഖത്തിൻ്റെ കാരണങ്ങൾ പലതും അന്വേഷിക്കാൻ പുറപ്പെടും. വാസ്തവത്തിൽ അതൊന്നും ഈ പറഞ്ഞൊന്നും ആകില്ല. കാരണം മനസ്സാണ് നമ്മുടെ ദുഃഖവും സുഖം ഉണ്ടാക്കുന്നതിനൊക്കെ മഹാഭാരതം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എങ്കിലും ദുഃഖം വരുമ്പോൾ ഏത് മനുഷ്യനും ചിന്തിക്കുന്നത് പോലെ അവർ ചിന്തിച്ചു, അങ്ങനെ പറയുകയും ചെയ്തു. യുധിഷ്ഠിര മഹാരാജാവ് അപ്പോൾ നകുലനോട് പറഞ്ഞു, നകുല, നീ ചെയ്യേണ്ടത് എന്താണ്? നമ്മളൊക്കെ തന്നെ ദാഹവും വിശപ്പും കൊണ്ട് വലയുകയാണ്. അടുത്ത എവിടെയെങ്കിലും ജലാശയമുണ്ടോ എന്ന് നീ ഈ മരത്തിൽ കയറി ചുറ്റുപാടും പരിശോധിക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നീയും സഹോദരന്മാരും ദാഹം അകറ്റൂ എന്ന് പറഞ്ഞു. നകുലൻ അടുത്തുള്ള മരത്തിൽ കയറി നോക്കിയപ്പോൾ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ജഠ ശരിയാണ്, ഇവിടെ കുറച്ചകലെയായിട്ടൊരു സരസ്സുണ്ട്, അവിടെ സാരസ പക്ഷികളുടെ കൂജനം, അവയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്, തീർച്ചയായിട്ടും അവിടെ ജലാശയമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ നീ ചെന്ന് വെള്ളം ശേഖരിച്ച് കൊണ്ടുവരൂ. എങ്ങനെ? തൂണത്തിൽ, നിന്റെ തൂണീരം, അതായത് ആവനാഴിയിൽ വെള്ളം ശേഖരിക്കാൻ പറ്റും. ആവനാഴിയിൽ വെള്ളം ശേഖരിച്ച് കൊണ്ടുവന്ന് നിങ്ങൾ ദാഹം അടക്കിക്കൊള്ളൂ എന്ന് യുധിഷ്ഠിരൻ പറയുന്നു. നകുലൻ ശുദ്ധജലം കോരിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ സരസിനെ ലക്ഷ്യമാക്കി പോകുന്നു. അവിടെ നല്ല തെളിഞ്ഞു നിൽക്കുന്ന നിർമ്മലമായ ആ ഒരു ജലാശയം കണ്ടു. ധാരാളം സാരസ പക്ഷികൾ നിറഞ്ഞു നിൽക്കുന്നതാണ്. ആദ്യം ഇറങ്ങി വെള്ളം കുടിച്ച് ദാഹം തീർക്കാമെന്ന് കരുതി അദ്ദേഹം വെള്ളത്തിലേക്ക് ഇറങ്ങി കുടിക്കാൻ നോക്കുന്ന സമയത്ത് അന്തരീക്ഷത്തിൽ നിന്നും ഒരു ശബ്ദം, അശരീരി വാക്ക് പോലെ ഒരു ശബ്ദം കേൾക്കുകയാണ്. മാ താത സാഹസം കാർഷീഹി മമ പൂർവപരിഗ്രഹ കൃഷ്ണാനുക്തമാദ്രേയ തതപ്യബ ഹരസ്വച. ആ ശബ്ദം എന്തായിരുന്നു? മോനെ എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു, ഉണ്ണി എന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണ്, നീ സാഹസം ചെയ്യരുത്. ഈ ജലാശയം, ഈ സ്ഥലം എനിക്ക് മുമ്പേ തന്നെ വശപ്പെട്ട് കഴിഞ്ഞതാണ്. എനിക്ക് അധികാരമുള്ള ജലാശയമാണത്. ഇവിടെ നീ കടന്നു കയറി വെള്ളം കുടിക്കരുത്. അഥവാ വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ ശേഷം നീ കുടിക്കുകയും കൊണ്ടുപോവുകയും ചെയ്തുള്ളൂ, വെള്ളം കുടിക്കുകയും വെള്ളം കൊണ്ടുപോവുകയും ചെയ്തുകൊള്ളൂ എന്നായിരുന്നു ഈ വാക്ക്, ഈ അന്തരീക്ഷത്തിൽ നിന്നും കേട്ടതായ വാക്ക്. അത് കേട്ട് ആ വാക്കിനെ ധിക്കരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അനാദരവ് കാണിച്ചുകൊണ്ട് തണുത്ത ആ വെള്ളം നകുലൻ കോരി കുടിക്കുകയാണ്. കുടിച്ച ശേഷം അദ്ദേഹം അവിടെ തന്നെ വീഴുകയും ചെയ്തു. വീണു എന്ന് വെച്ചാൽ മരിച്ച വീണു എന്ന് തന്നെയാണ് പറയുന്നത്. ബോധം കെട്ട് വീഴുന്ന പോലെയാണെങ്കിലും മരിച്ചു, മൃതഹ ഹതഹ എന്നൊക്കെ പിന്നീട് പറയുന്നുണ്ട്.
അപ്പോൾ അവിടെ മരിച്ചു വീണു എന്ന് കരുതാം. അത് കഴിഞ്ഞ് ഈ നകുലൻ വരാത്തത് കണ്ടിട്ട് യുധിഷ്ഠിര മഹാരാജാവ് സഹദേവനെ പറഞ്ഞയച്ചു. സഹദേവനും അവിടെ ചെന്ന് വെള്ളം കുടിക്കാൻ നോക്കുമ്പോൾ ഈ ശബ്ദം ഉണ്ടായി. അതിനെ അനാദരിച്ചുകൊണ്ട് സഹദേവനും വെള്ളം കുടിച്ചു. സഹദേവനും അവിടെ മരിച്ചു വീണു. അത് കഴിഞ്ഞ് അർജുനൻ ചെന്നു. അർജുനൻ ചെന്നപ്പോഴും അവിടെ ഈ പക്ഷിയുടെ രൂപത്തിലിരിക്കുന്ന യക്ഷനാണ് ഇത് പറയുന്നത്. ആ യക്ഷൻ ഇതേ കാര്യം പറഞ്ഞു, നീ സാഹസം ചെയ്യരുത്, വെള്ളം ഈ ജലാശയം എൻ്റേതാണ്, നീ എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് വെള്ളം കുടിക്കുകയോ കൊണ്ടുപോവുകയോ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അർജുനൻ പക്ഷേ തൻ്റെ സഹോദരന്മാർ മരിച്ചു കിടക്കുന്നത് കണ്ടിട്ട് ക്രുദ്ധനായിട്ട് പറഞ്ഞു, നീ എൻ്റെ കണ്ടെട്ടത്ത് വന്നിട്ട് എന്നെ തടയാൻ പറ്റുമെങ്കിൽ ഞാൻ ബാണങ്ങളെ കൊണ്ട് നിന്നെ പിളർക്കും, പിന്നെ ഒരിക്കലും നിനക്ക് മിണ്ടാൻ സാധിക്കുകയില്ല എന്ന് അർജുനൻ വീരവാദം പറഞ്ഞു. എന്നിട്ട് മന്ത്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ശബ്ദം കേട്ട സ്ഥലത്തേക്ക് പോകുന്ന ബാണങ്ങൾ, ശബ്ദഭേദി ബാണങ്ങളെ അദ്ദേഹം ഇടപെടാതെ എല്ലാ ഭാഗത്തേക്കും അയച്ചു, പല ദിക്കിലേക്കും അയച്ചു. അതിനുശേഷം ഇനി ഭയപ്പെടാനില്ല എന്ന് കരുതിയിട്ട് ആദ്യം വെള്ളം കുടിച്ച ശേഷം തൻ്റെ സഹോദരന്മാരുടെ മരണകാരണം അന്വേഷിക്കുക എന്ന് കരുതിയിട്ടാണ് അദ്ദേഹം വെള്ളം കുടിക്കാൻ വേണ്ടി സരസിലിറങ്ങിയത്. വെള്ളം കുടിച്ചു. അദ്ദേഹവും അവിടെ മരിച്ചു വീണു. അവസാനമായിട്ട് യുധിഷ്ഠിരൻ തൻ്റെ മകനായ തൻ്റെ സഹോദരനായ ഭീമനെ, തൊട്ട് താഴെയുള്ള അനുജനായ ഭീമനെ പറഞ്ഞയച്ചു. ഭീമൻ ചെന്നപ്പോൾ തൻ്റെ 3 സഹോദരന്മാരും മരിച്ചു കിടക്കുന്നത് കണ്ടു. വളരെ ദുഃഖിതരായിട്ട് അദ്ദേഹം വിചാരിച്ചു, വെള്ളം കുടിച്ച് ദാഹം മാറ്റിയിട്ട് ഇതിൻ്റെ കാരണം അന്വേഷിക്കാമെന്ന് കരുതി. അദ്ദേഹത്തിനും ഇതേ കാര്യം തന്നെയാണ് അനുഭവപ്പെട്ടു. അദ്ദേഹവും അവിടെ മരിച്ചു വീഴുകയാണ്. 4 പേരും വരാതിരിക്കുന്ന കണ്ട സമയത്ത് യുധിഷ്ഠിരൻ അവരെ അന്വേഷിച്ചുകൊണ്ട് ഈ കൊടുങ്കാട്ടിലേക്ക് അദ്ദേഹം കടന്നിറങ്ങി ചെന്നു. ഈ ജലാശയത്തിൽ ചെന്നു. വിശ്വകർമാവിനാൽ നിർമ്മിതമായ ആ സരസിൽ 4 പേരും അവിടെ കരയിൽ മരിച്ചു കിടക്കുന്നത് കണ്ടു. യുധിഷ്ഠിരൻ വളരെയധികം ദുഃഖിച്ചുകൊണ്ട് അവിടെ അടുത്തിരുന്നു കൊണ്ട് വിലപിക്കുകയാണ്. അദ്ദേഹം പറയാൻ ഭീമനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഭീമ, നിന്റെ വാക്കുകളൊക്കെ, നിന്റെ പ്രതിജ്ഞയും വെറുതെയായി. നീ യുദ്ധത്തിൽ ദുര്യോധനന്റെ തുടയിലടിച്ച് കൊല്ലുമെന്ന് പ്രതിജ്ഞ ചെയ്തതും രാജ്യം നേടും എന്നൊക്കെ പറഞ്ഞത് വ്യർത്ഥമായി തീർന്നിരിക്കുന്നു. എങ്ങനെയാണ് നമ്മൾ ലക്ഷ്യം നേടുക? നീ ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് ജീവിക്കുക? അതുപോലെ അല്ലയോ അർജുന, നിന്റെ ജനന സമയത്ത് ദേവന്മാർ അശരീരി പറഞ്ഞു, നീ ശത്രുക്കളെ ജയിക്കും, കീർത്തി നേടും, ലോകം കീഴടക്കും എന്നൊക്കെയുള്ള, നിന്നെ ആർക്കും വെല്ലാൻ സാധിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ആ വാക്കുകളും വ്യർത്ഥമായി തീർന്നിരിക്കുന്നു. നിങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ഈ ദുഃഖമൊക്കെ സഹിച്ചുകൊണ്ട് ജീവിച്ചത്. അസ്ത്രങ്ങൾക്ക് കൊല്ലാൻ പറ്റാത്തതായ ധീരന്മാരാണ് നിങ്ങൾ. തപസ്സുകളും ശാസ്ത്രജ്ഞന്മാരും, ശാസ്ത്രമറിയുന്നവരും, ദേശകാല ഭേദങ്ങളെ അറിയുന്നവരും, അതുപോലെ പരാക്രമികളുമായ നിങ്ങളെ എങ്ങനെയാണ് ആരോ ഒരാൾ ഇങ്ങനെ കൊന്നത്? നിങ്ങൾ യുദ്ധം പോലും ചെയ്തിട്ടില്ല എന്ന് കിടപ്പ് കണ്ടാൽ തോന്നുന്നു. അപ്പോൾ പരാക്രമം കാണിക്കാൻ പോലും അവസരം കിട്ടാതെ എങ്ങനെയാണ് നിങ്ങൾ കൊല്ലപ്പെട്ടത്? ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹം കുറേ വിലപിച്ച ശേഷം അദ്ദേഹം ബുദ്ധി കൊണ്ട് ചിന്തിച്ചു. ഇവിടെ ആയുധപ്രയോഗങ്ങൾ നടന്നതിൻ്റെ ലക്ഷണം കാണുന്നില്ല, യുദ്ധം നടന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നില്ല, ശത്രുക്കളായ ആരുടെയെങ്കിലും കാൽപ്പാടുകൾ ഇവിടെ കാണുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചത് എന്ന് അദ്ദേഹം ദുഃഖത്തോടു കൂടിയിട്ടാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ബുദ്ധി പ്രവർത്തിക്കുകയാണ്. ഇനി ഒരുപക്ഷെ ദുര്യോധനനോ മറ്റോ എന്തെങ്കിലും ഉപായം സ്വീകരിച്ചതാകുമോ? അല്ലെങ്കിൽ നമ്മളോട് പരാജയപ്പെട്ട ജയദ്രഥൻ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് ചതിപ്രയോഗങ്ങൾ ചെയ്തതായിരിക്കുമോ? ശത്രുക്കളുടെ ഗൂഢപ്രയോഗങ്ങളായിരിക്കുമോ? സരസിലെ വെള്ളത്തിൽ വിഷം കാണുമോ എന്ന് സംശയിച്ചു. പക്ഷെ വിഷം കുടിച്ചാണ് മരിച്ചതെങ്കിൽ ഇവരുടെ മുഖം വിവർണമായിട്ടില്ല, നിറം പോയിട്ടില്ല, അവരുടെ മുഖത്തിൻ്റെ നിറം മാറിയിട്ടില്ല, അതുപോലെ മുഖം വികൃതമായിട്ടില്ല, അവരുടെ മുഖം ഇപ്പോഴും പ്രസന്നമായിട്ടിരിക്കുന്നു. ഇപ്പോൾ മരണലക്ഷണം കണ്ടാൽ വിഷം കുടിച്ച് മരിച്ചതായിട്ട് തോന്നുന്നുമില്ല. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് ചിന്തിച്ചു. അദ്ദേഹം വിചാരിക്കുകയാണ്, വെള്ളം കുടിച്ച് ദാഹം തീർത്ത ശേഷം ഇതിൻ്റെ കാരണം അന്വേഷിക്കാം. അദ്ദേഹവും വെള്ളത്തിലേക്ക് ഇറങ്ങിയ സമയത്ത് ഈ പക്ഷി വീണ്ടും പറയുകയാണ്, യുധിഷ്ഠിര മഹാരാജാവിനോട് പറയുകയാണ്, അഹം ഭഗശൈവല മത്സ്യഭക്ഷോ നീതാമയാ പ്രേതവശം തവാനുജാ ത്വം പഞ്ചമോ ഭവിതാ രാജപുത്ര നചേത് പ്രജ്ഞാൻ പൃച്ഛതോ വ്യാകരോതി. ഞാനൊരു ഭഗമാണ്, ഞാനൊരു കൊച്ചിയാണ്, ഞാൻ ശൈവലം മത്സ്യം മുതലായ ജീവികളെ ഭക്ഷിക്കുന്ന ഒരു പക്ഷിയാണ്. നിന്റെ സഹോദരന്മാരെ കൊന്നത് ഞാൻ തന്നെയാണ്. 5ാമതായിട്ട് നീ വന്നിരിക്കുന്നു. നിനക്കും മരണം പറ്റാതിരിക്കണമെങ്കിൽ എൻ്റെ ചോദ്യങ്ങൾക്ക് നീ ഉത്തരം പറഞ്ഞാൽ മതി. മാതാത സാഹസം കർഷീഹി. നേരത്തെ 4 പേരോട് പറഞ്ഞ കാര്യം ഇദ്ദേഹത്തോട് ആവർത്തിച്ചു, നീ സാഹസം ചെയ്യരുത്. മമ പൂർവ്വപരിഗ്രഹ, ഇത് എനിക്ക് മുമ്പേ തന്നെ അവകാശപ്പെട്ട ജലാശയമാണ്. പ്രശ്നാനുക്വാതുകൗന്ദേയ തതഃപിബ ഹരസ്വ. ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ട് നീ വെള്ളം കുടിക്കുകയോ കൊണ്ടുപോവുകയോ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ധർമ്മപുത്രർ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ നിന്ദിക്കാൻ തയ്യാറായില്ല, അനാദരവ് കാണിച്ചില്ല. മറ്റു 4 പേർക്കും
അവർ ശൂരന്മാരും പരാക്രമികളും ധാർമ്മികന്മാരും ആണെങ്കിൽ പോലും ജീവിതത്തിലെ ക്ഷമയോട് കൂടിയിട്ട് സഹിഷ്ണുതയോട് കൂടിയിട്ട് മനോനിയന്ത്രണത്തോട് കൂടിയിട്ട് പ്രശ്നങ്ങളെ നേരിടാനുള്ള അത്രയധികം ചിന്താശക്തി യുധിഷ്ഠിരനെ പോലെ ഈ 4 പേർക്കും ഉണ്ടായിട്ടില്ല എന്നാണ് ഇത് കാണിക്കുന്നത്. ഇദ്ദേഹം ഇതിനെ സംയമനത്തോടുകൂടി തൻ്റെ 4 സഹോദരന്മാരും മരിച്ചു കിടക്കുമ്പോഴും മനസ്സിൻ്റെ സംയമനം തെറ്റിപ്പോകാതെ, സംയമനം നഷ്ടപ്പെട്ടു പോകാതെ ക്ഷമയെ സ്വീകരിച്ചുകൊണ്ട് ഈ പറയുന്ന പക്ഷി പറയുന്ന കേൾക്കാനും അതിന് മറുപടി പറയാനും അദ്ദേഹം തയ്യാറാകുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷതയാണ്. അപ്പോൾ ഒരു മനുഷ്യന് വേണ്ടത് ഏറ്റവും ശ്രേഷ്ഠമായൊരു ഗുണം എന്ന് പറയുന്നത് ക്ഷമയാണ്, അതുപോലെ മനോനിയന്ത്രണമാണ് എന്നാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഈ യുധിഷ്ഠിരൻ പറഞ്ഞു, രുദ്രാണം ച വസൂനാം ച മരുതാം പ്രധാനഭാഗ് പൃച്ഛാമി കോ ഭവാൻ ദേവോ നൈതച്ഛവിനാകൃതം. രുദ്രന്മാര്, വസുക്കള്, മരുത്തുകള് മുതലായ ദേവന്മാരിൽ പ്രധാനപ്പെട്ട ആളുകളിൽ അങ്ങ് ആരാണ്? ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത് ഒരു പക്ഷിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങ് ദേവന്മാരിൽ പ്രധാനികളായ ആരോ ആണ്. ദേവന്മാരും അസുരന്മാരും ഗന്ധർവന്മാരും രാക്ഷസന്മാരും വിചാരിച്ചാൽ ഈ വീരപുരുഷന്മാരെ വീഴ്ത്താൻ സാധിക്കുകയില്ല. അങ്ങക്ക് എന്താണ് വേണ്ടത്? എന്താണ് അങ്ങയുടെ ആഗ്രഹം? ഞാനത് സാധിപ്പിച്ചു തരാം. യക്ഷൻ പറഞ്ഞു, വാസ്തവത്തിൽ ഞാൻ പക്ഷിയല്ല, യഥാർത്ഥത്തിൽ ഞാൻ പക്ഷിയല്ല, ഞാനൊരു യക്ഷനാണ്, ഇവരെ വധിച്ചത് ഞാനാണ് എന്ന് പറഞ്ഞ് ആ പക്ഷിയുടെ രൂപം വിട്ട് അദ്ദേഹം ഒരു യക്ഷന്റെ രൂപം ധരിച്ചുകൊണ്ട് മുന്നിൽ നിന്നു. ജ്വലനാർക്ക പ്രതീകാശം അദൃശ്യം പർവ്വതോപമം, ഒരു പർവ്വതം പോലെ വളർന്ന് ജ്വലിച്ചു നിൽക്കുന്ന സൂര്യന്റെ പ്രകാശത്തോടു കൂടിയിട്ടും വിരൂപാക്ഷം മഹാകായം യക്ഷം താരസമുച്ഛയം, കണ്ണ് വിരൂപമായ കണ്ണുകൾ, അതായത് 2ലധികം കണ്ണുണ്ടായിരിക്കും, മഹാകായം വലിയ ശരീരം, താലസമുച്ഛയം ഒരു പന പോലെ ഉയർന്നു നിൽക്കുന്ന ശരീരവുമായിട്ട് യക്ഷൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഉത്തരം തരാതെ നീ ഈ വെള്ളം കുടിക്കരുത് എന്ന് പറഞ്ഞു. യുധിഷ്ഠിരൻ പറഞ്ഞു, ഞാൻ നിന്റെ അധികാരത്തിലുള്ള ഈ ജലാശയത്തിലോ അല്ലെ നിന്റെ ഏതെങ്കിലും തരത്തിലെ വസ്തു വകയിലോ ഞാൻ കയറി അതിക്രമം കാണിക്കുകയില്ല, മറ്റുള്ളവരുടെ വസ്തു ഞാൻ ഇടപെടാറില്ല. ചോദ്യങ്ങൾക്ക് ഉത്തരം തരാം, പക്ഷേ അത് അഹങ്കാരമാണ് എന്ന് ധരിക്കരുത്. കാമം നൈതത് പ്രശംസന്തി സന്തോഹി പുരുഷ സദാ യഥാത്മന സ്വമാത്മാനം പ്രശംസേ പുരുഷർഷഭ. അങ്ങ് ചോദിച്ചതിനൊക്കെ ഞാൻ ഉത്തരം പറയാം എന്ന് പറഞ്ഞാൽ അതൊരു ആത്മപ്രശംസയായിരിക്കും. എന്താ വെച്ചാൽ ഞാൻ എല്ലാം അറിയുന്നവനാണ്, ഏത് ചോദ്യത്തിനും ഉത്തരം പറയാൻ സാധിക്കുന്നവനാണ് എന്ന് ഒരാൾ പറയുന്നത് സൽപുരുഷന്മാരുടെ സംഭാഷണ രീതിയല്ല. സൽപുരുഷന്മാർ അങ്ങനെ പറയാറില്ല, കാരണം അത് ആത്മപ്രശംസയായിട്ട് വ്യാഖ്യാനിക്കപ്പെടും എന്നുള്ളത് കൊണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, അങ്ങ് ചോദിച്ചതിന് ഞാൻ മറുപടി തരാം. അത് സമാധാനമാണോ, ഉത്തരം ശരിയായ ഉത്തരമാണോ എന്ന് ഞാൻ തീരുമാനിക്കുക, അത് അങ്ങ് തന്നെ തീരുമാനിക്കുക എന്ന് വളരെ വിനയത്തോടു കൂടി പറഞ്ഞു. എന്നിട്ട് അപ്പോൾ യക്ഷൻ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അതിൽ ആ ചോദ്യങ്ങൾ പലതും നമുക്ക് എല്ലാ കാലത്തും ജീവിതഗന്ധിയായിട്ടുള്ള നമുക്ക് ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന നിരവധി കാര്യങ്ങൾ, തത്വങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. ആ ചോദ്യങ്ങളെ നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഏതാനും ചോദ്യങ്ങൾ ഞാനിപ്പോൾ ഇവിടെ അവതരിപ്പിക്കാം. ഒന്ന്, ആദിത്യനെ ഉദിക്കുന്ന ആദിത്യനെ ആ ഉദയസമയത്ത് ഉയർത്തിക്കൊണ്ടുവരുന്നത് ആരാണ്? ആ ആദിത്യനെ അസ്തമിപ്പിക്കുന്നത് ആരാണ്? ആദിത്യന് ചുറ്റുമുള്ളത് ആരാണ്? ആദിത്യൻ എന്തിൽ പ്രതിഷ്ഠിതനായിരിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞു, ആദിത്യനെ ഉദയം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്, ഉയർത്തിക്കൊണ്ടുവരുന്നത് ബ്രഹ്മാവാണ്, അല്ലെ ബ്രഹ്മമാണ്. അദ്ദേഹത്തെ അസ്തമിപ്പിക്കുന്നത് ധർമ്മമാണ്. ചുറ്റുമുള്ളത് ദേവന്മാരാണ്. ആദിത്യൻ നിലകൊള്ളുന്നത് സത്യത്തിലാണ് എന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹത്തിന് ചോദ്യം, ശ്രോത്രിയൻ ആരാണ്? എന്തിനെ കൊണ്ടാണ് ഒരാൾ മഹത്വം നേടുന്നത്? ആരെ കൊണ്ടാണ് ഒരാൾ ദ്വിതീയവാൻ ആകുന്നത്? ദ്വിതീയവാൻ എന്ന് വെച്ചാൽ മറ്റൊരാൾ കൂടി സഹായത്തിനുള്ളവനായിട്ട് മാറുന്നത്. എന്തിനെ കൊണ്ടാണ് ഒരാൾ ബുദ്ധിമാനാകുന്നത് എന്ന് ചോദിച്ചു. 4 ചോദ്യങ്ങളാണ് ഒരുമിച്ചു. അതിന് അദ്ദേഹം പറഞ്ഞു, ശ്രുതം കൊണ്ടാണ് ഒരാൾ ശ്രോത്രിയനാകുന്നത്. ശ്രുതം എന്ന് വെച്ചാൽ വേദജ്ഞാനം കൊണ്ടാണ് ഒരാൾ ശ്രോത്രിയനാകുന്നത്. മഹത്വം നേടുന്നത് തപസ് കൊണ്ടാണ്. ദ്വിതീയവനാകുന്നത്, രണ്ടാമത്തെ ഒരാൾ സഹായിയായിട്ട് കിട്ടുന്നത് ധൃതി കൊണ്ടാണ്, മനോനിയന്ത്രണം കൊണ്ടാണ്. ഒരാൾ ബുദ്ധിമാനാകുന്നത് വൃദ്ധസേവ കൊണ്ടാണ്. വൃദ്ധന്മാരെ ഉപാസിക്കുന്നവർക്ക് വൃദ്ധന്മാർ അവരുടെ അനുഭവജ്ഞാനം പകർന്നു കൊടുക്കും എന്നുള്ളത് കൊണ്ട് വൃദ്ധസേവ കൊണ്ടാണ് ഒരാൾ ബുദ്ധിമാനായി തീരുന്നത് എന്ന് പറഞ്ഞു. തുടർന്ന് യക്ഷൻ ചോദിക്കുന്ന നിരവധി ചോദ്യങ്ങൾ, അതിൽ ചില ചോദ്യങ്ങൾ ദാർശനികമാണ്. അത് ചിലതൊക്കെ അതാത് കാലങ്ങളിൽ മാത്രം പ്രസക്തിയുള്ളതാണെങ്കിലും ഭൂരിഭാഗം ചോദ്യങ്ങളും നമുക്ക് ഇന്നത്തെ കാലത്ത് നമ്മുടെ ജീവിതത്തിലും പ്രകാശം നൽകുന്നതാണ് എന്നുള്ളത് കൊണ്ട് ആ ചോദ്യങ്ങളെയും ഉത്തരങ്ങളെയും ചെറുതായിട്ട് നമുക്ക് വിശകലനം ചെയ്യാം.